വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതെ, വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പത്മകുമാറിന്റെ വൈദ്യപരിശോധന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനുശേഷം പുറത്തേക്ക് വരികയാണ്. ആരായിരുന്നു താങ്കൾ ചതിക്കുകയായിരുന്നു? പറയൂ, താങ്കൾ ദൈവത്തെ പോലെ കണ്ടത് ആരെയാണ്? പ്രതികരണം ഒന്നും തന്നെയില്ല. വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുകയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ. അങ്ങനെ പത്മകുമാർ അറസ്റ്റിലായിരുന്നു. നടപടികൾ മുന്നിലേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു വാക്ക് പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഒന്നും തന്നെയും പറഞ്ഞിട്ടില്ല. തുടക്കം മുതൽ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ പത്മകുമാർ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് കയർക്കുന്ന, പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പത്മകുമാർ പക്ഷേ അറസ്റ്റിന് ശേഷം വൈദ്യപരിശോധന പൂർത്തിയായി പുറത്തേക്ക് വരുന്ന സമയത്ത്, തുടക്കത്തിലായാലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായാലും ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ആനന്ദൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം അങ്ങേ ആരെങ്കിലും ചതിച്ചതാണോ എന്നുള്ളതായിരുന്നു. അതിനുപോലും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. കമാന്നൊരു അക്ഷരം പറയാതെയാണ് പത്മകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനുള്ള തീരുമാനമാകും എടുക്കുക. കൊട്ടാരക്കര സബ് ജയിലിലായിരുന്നു എൻ വാസു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് അദ്ദേഹത്തെ തിരിച്ച് കസ്റ്റഡി സമയം കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എൻ വാസുവിനെ പൂജപ്പുരയിലെ കുഞ്ചാലമൂട്ടിലുള്ള സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ പത്മകുമാറിനെയും അവിടേക്ക് തന്നെ ആയിരിക്കും റിമാൻഡ് ചെയ്യുക. ഈ കേസുമായി അറസ്റ്റിലായി ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന വാസു ഒഴിച്ചുള്ള മുഴുവൻ പ്രതികളും ഇപ്പോൾ ഇതുവരെ ഈ കുഞ്ചാലമൂടിലുള്ള സ്പെഷ്യൽ സബ് ജയിലിലായിരുന്നു. ഇനിയിപ്പോൾ വാസു കൂടി അവിടെയുണ്ട്. പത്മകുമാർ കൂടി വരുമ്പോൾ എല്ലാ പ്രതികളും 6 പ്രതികളും അവിടെ തന്നെയാകും ഉണ്ടാവുക. ഇനി അവരിൽ ഓരോരുത്തരെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യേണ്ടത് കൂടിയുണ്ട്. പത്മകുമാറിൻ്റെ കസ്റ്റഡി ചോദ്യം ചെയ്യലൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. ഒരു പക്ഷേ അടുത്ത ആഴ്ച കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പത്മകുമാറിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ആകാംക്ഷ. കൊല്ലത്തേക്കാണോ, വഞ്ചൂർ കോടതിയിലേക്കാണോ, വിജിലൻസ് കോടതിയുള്ള അതിൽ ഒരുപക്ഷെ സ്റ്റെഫിന് വ്യക്തത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്റ്റെഫിൻ ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റെഫിൻ, കേൾക്കാമെങ്കിൽ അടുത്ത നടപടികൾ എങ്ങനെയായിരിക്കും, എവിടേക്കായിരിക്കും കൊണ്ടുപോകുന്നത്? ഏതായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കി അല്പം മുമ്പാണ് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ പാറ്റൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾക്ക് അല്പസമയത്തിനകം തന്നെ ഇത് കൃത്യമായൊരു സൂചന ലഭിക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടുന്ന് വഞ്ചൂർ കോടതി ഭാഗത്തേക്ക് അല്ലെങ്കിൽ തിരിയാൻ കഴിയും. ഒപ്പം തന്നെ ഇത് NH-ലേക്കാണ് നേരെ ഈ വഴി പോകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏതായാലും അനുമാനിക്കാൻ കഴിയുന്നത് കൊല്ലത്തേക്ക് തന്നെയാണ്, കോടതിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പാറ്റൂരിൽ നിന്ന് തിരിഞ്ഞിട്ടില്ല. നേരെ ഏതായാലും പത്മകുമാറുമായിട്ടുള്ള വാഹനം പോലീസിന്റെ അകമ്പടിയോടുകൂടി ഇപ്പോൾ മുന്നോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. പാറ്റൂർ ജംഗ്ഷൻ പിന്നിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനി ഏതായാലും ചാക്ക വഴി ഏതായാലും കഴക്കൂട്ടം പിന്നിട്ടുകൊണ്ട് കൊല്ലത്തേക്ക് NH-ലൂടെ പോകാനായിരിക്കും ശ്രമിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഏറ്റവും അധികം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച ഇതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചയാൾ, അങ്ങനെ ഒരു ആളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്. സർക്കാരിനെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്നു. ഒപ്പം തന്നെ CPM-നെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ വിവാദം ഉണ്ടായത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യുവതീ പ്രവേശന വിഷയമായിരുന്നു സർക്കാരിനെ തന്നെ പിടിച്ചുകുലുക്കിയ ഏറ്റവും വലിയ സംഭവം. യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടുകൾ വലിയ തിരിച്ചടി ഉണ്ടാക്കി. തിരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കി. എന്നാൽ അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് അയ്യപ്പ സംഘം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വിശ്വാസികളുടെ
വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ആ ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായത്. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും വിശ്വാസ്യത തന്നെ താർക്കുന്ന ഒരു സമീപനമായിരുന്നു അത്. പിന്നാലെ പുറത്തു വന്നതെല്ലാം തന്നെ വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. തുടക്കത്തിൽ സർക്കാരിന് പറഞ്ഞൊഴിയാമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ വാദം എന്നുള്ളത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. അതേ തുടർന്ന് ഉദ്യോഗസ്ഥരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ഇതിനെ കൈയൊഴിയുന്ന ഒരു നിലപാട് പാർട്ടിയും സർക്കാരും എടുത്തിരുന്നു. പക്ഷെ പിന്നീടാണ് ഓരോരുത്തരായി, ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ വട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെയും ഒരു പാർട്ടി നിയമനം എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് അദ്ദേഹവും ദേവസ്വം കമ്മീഷണറായി എത്തിയത്, ദേവസ്വം പ്രസിഡന്റായി എത്തിയത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ അത് വലിയ രീതിയിൽ പ്രതിരോധത്തിൽ ആക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ LDF സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ കാര്യം. മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക, തുടർന്നുള്ള നീക്കങ്ങളിൽ ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ തന്നെ സമീപിക്കുക എന്നതായിരുന്നു സർക്കാർ മുന്നിൽ കണ്ടിരുന്നത്, CPM മുന്നിൽ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുമായി രാജ്യസഭാ സീറ്റ് വിഷയം വന്നപ്പോഴും ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും ഉദാര സമീപനമാണ് CPM സ്വീകരിച്ചത്. അത് ഈ തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങളിൽ ഉൾപ്പെടെ CPM മുന്നിട്ട് നിന്നിരുന്നു. അതിനിടയ്ക്ക് അപ്പോഴും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയായി നിന്നിരുന്നത് ശബരിമലയിലെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ സർക്കാരിന് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക അല്ലെങ്കിൽ വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന ഒരു പ്രതീതി കൂടി ജനിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയ്യപ്പ സംഘം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും NSSനെ അടുപ്പിച്ചു നിർത്തുകയും ഏതാണ്ട് വർഷങ്ങൾ പതിറ്റാണ്ടുകളുമായി അവരുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന പിണക്കങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടാകുന്നത്. കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇതിന് പിന്നാലെ ഓരോ ഘട്ടത്തിലും പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ ഇത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അടക്കം നടന്നപ്പോൾ VD സതീശൻ പറഞ്ഞ ബോംബാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ആദ്യഘട്ടത്തിൽ സർക്കാരും CPM ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പിന്നീട് അതിൻ്റെ ഒരു രീതി തന്നെ മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിൻ്റെ ഏറ്റവും ഒടുവിലെന്ന് ഇപ്പോഴും പറയാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല. കാരണം CPMന്റെ അത്തരത്തിൽ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിനെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അതും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്താണ്. മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഏതായാലും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊല്ലത്തേക്കാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലഭിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായിക്കൊണ്ട് മറ്റു നടപടികളിലേക്ക് കടക്കാൻ പോകുകയാണ്.